നമസ്കാരം. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറാണ്. തൃശൂർ മുണ്ടൂരിൽ സ്വന്തം അമ്മയെ കൊന്നു ഒരു മകൾ. എന്തിന്? യുവകാമുകന് പണമില്ല. പണം ലഭിക്കാനായി അമ്മയുടെ മാല വേണമായിരുന്നു. അതിനുവേണ്ടി ക്രൂരകൃത്യത്തിന് തയ്യാറാകുകയായിരുന്നു ആ 45-കാരി. മലപ്പുറത്ത് ജ്യേഷ്ഠനാണ് ഉറങ്ങിക്കിടന്ന സഹോദരന്റെ കഴുത്തിൽ കത്തി കുർത്തി ഇറക്കി കൊന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു. എത്രമാത്രം നിഗൂഢതകളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം. തൃശൂർ മുണ്ടൂരിൽ അമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് മകളും ഒപ്പം മകളുടെ കാമുകനും പിടിയിലാവുന്നത്. തൃശൂർ മുണ്ടൂർ സ്വദേശിനിയാണ് മരിച്ചത്. മുണ്ടൂർ ശങ്കരകണ്ഠം സ്വദേശി ഐനിക്കുന്നത്ത് വീട്ടിൽ തങ്കമണി എന്ന 75-കാരി. മകൾ, അവളുടെ പേര് സന്ധ്യ എന്നാണ്, 45 വയസ്സ്. കൂടെ പിടിയിലായ കാമുകൻ, അയാളുടെ പേര് നിതിൻ എന്നാണ്, വയസ്സ് 27. അയൽവാസികളാണ്. നാളുകളായി ഈ ബന്ധം തുടരുന്നു. അതിലുള്ള അമ്മയുടെ എതിർപ്പും ഇതിന് കാരണമായോ? പരിശോധിക്കാം. ഈ 45-കാരിയെ സന്ധ്യ തങ്കമണിയുടെ ഏക മകളാണ്. ഒരേ ഒരു മകൾ. നേരത്തെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് തങ്കമണി. എന്നിട്ടും പോറ്റി വളർത്തി ഇത്രമാത്രം നിലയിൽ എത്തിച്ചു ആ തങ്കമണി എന്ന വയോധിക. പക്ഷേ സ്വന്തം മകളുടെ കൈകൊണ്ട് ജീവിതം അവസാനിക്കാനായിരുന്നു ആ പാവം സ്ത്രീയുടെ നിയോഗം. തലയടിച്ചു വീണു എന്നാണ് ആദ്യം ഈ മകൾ പറയുന്നത് നാട്ടുകാരോട്. പക്ഷേ അതിൽ ചില അസ്വാഭാവികതകൾ തോന്നിയ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. കൊലപാതകമാണെന്ന് തെളിഞ്ഞത് അത് പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ്. പോസ്റ്റ്മോർട്ടത്തിലൂടെ അതിൽ കൃത്യമായിട്ടുള്ളൊരു മർദ്ദനം നടന്നു എന്ന് ബോധ്യപ്പെട്ടു. ഞായറാഴ്ച ഏതാണ്ട് രാവിലെ 5:30-ക്കാണ് അയൽക്കാർ ഈ മൃതദേഹം കാണുന്നു എന്നുള്ള ശബ്ദം കേട്ട് പുറത്തേക്കെത്തി ഈ തങ്കമണിയുടെ മൃതദേഹത്തിനരികിലേക്ക് എത്തുന്നത്. ചലനമറ്റ് കിടക്കുന്ന തങ്കമണി. ഇക്കാര്യം നാട്ടുകാരെ അറിയിച്ചത് ആരാണ്? മറ്റൊരു അയൽവാസിയായ ഈ കേസിലെ സന്ധ്യയുടെ കാമുകനായിട്ടുള്ള നിതിനാണ്. മൃതശരീരം തിരിച്ചിട്ടപ്പോൾ കഴുത്തിലും ചെവിയിലുമൊക്കെ ചില പാടുകളുണ്ടായിരുന്നു. കണ്ടുനിന്ന നാട്ടുകാർക്ക് അതിൽ ചില അസ്വാഭാവികത തോന്നി. ഈ സമയം ശബരിമലയിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നു എന്ന മട്ടിലായിരുന്നു ഈ കാണുന്ന നിതിന്റെ ആ പെരുമാറ്റവും ഈ സന്ധ്യയുടെ ആ സമയത്തെ സംഭാഷണവും എല്ലാം നാട്ടുകാർക്ക് ഒരു പൊരുത്തക്കേടുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എളാമ അങ്ങനെ മരിച്ചു കിടക്കണ സമയത്ത് ടോർച്ചടിച്ച് നോക്കിയ സമയത്ത് എളാമയ്ക്ക് മേത്ത് സ്വർണ്ണാഭരണമൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് സന്ധ്യയുടെ ഭർത്താവും ഞാനും മാത്രം അവിടെ ഉള്ളൂ. അപ്പോഴേക്കും അങ്ങനെ ആൾക്കാർക്ക് വന്നു. എളാമ കമന്തര കിടന്നായിരുന്നു. എളാമനെ തിരിച്ചിട്ട സമയത്ത് കഴുത്തിലൊക്കെ പാടുണ്ടായിരുന്നു. ചെവിയുടെ മുകളിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. മുഖത്ത് ചോര ഉണ്ടായിരുന്നു. കാമുകന് പണത്തിനു വേണ്ടിയാണ് അമ്മയുടെ കഴുത്തിൽ നിന്ന് ആ മാല പിടിച്ചെടുക്കാൻ സന്ധ്യ ശ്രമിക്കുന്നത്. മാല പിടിച്ചെടുക്കാനുള്ള ബലപ്രയോഗത്തിനിടെ അമ്മയെ തള്ളി വീഴ്ത്തുന്നു. അമ്മ അവിടെ മരിക്കുന്നു. അങ്ങനെ ശനിയാഴ്ച രാവിലെ നടന്ന കൊലപാതകമാണ് സംഭവം. അതിനുശേഷം മൃതദേഹം രാത്രിയാണ് വീടിന് പുറത്ത് ആ പറമ്പിൽ കൊണ്ടുപോയിടുന്നത്. സ്വന്തം മകളും അവളുടെ കാമുകനും ചേർന്ന്. എന്താണെങ്കിലും പ്രതികൾ കുറ്റം സമ്മതിച്ചു. പ്രതികളെ തെളിവെടുപ്പിന് എത്തിക്കുകയും ചെയ്തു. സന്ധ്യയ്ക്ക് ഭർത്താവും ഒരു മകനുമുണ്ട്. പക്ഷേ അവർ തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് മാത്രം. നിതിനാവട്ടെ 27 വയസ്സുകാരനാണ്. 45-കാരിയുമായിട്ടാണ് ഇപ്പോൾ ബന്ധം. നിതിനും വിവാഹിതനാണ്, അയൽവാസിയാണ്.
ഇവർ തമ്മിലുള്ള ഈ ബന്ധം പലപ്പോഴും തങ്കമണി ചോദ്യം ചെയ്തിരുന്നു. അതും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. അതും ഒരു കാരണമായി എന്ന് ചുരുക്കം. പേരാമംഗലം പോലീസ് കേസ് അന്വേഷിക്കുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് ഈ സന്ധ്യയെ. എന്നിട്ടും സന്ധ്യയെ ചേർത്തു നിർത്തി ഇതുവരെ കൂടെ നിന്ന് വളർത്തിയത് അമ്മയാണ് തങ്കമണി. ആ തങ്കമണിയാണ് ഇപ്പോൾ സ്വന്തം മകളുടെ കൈയാൽ ജീവൻ അപഹരിക്കപ്പെട്ടത്. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകും. കുടുംബ ബന്ധങ്ങളുടെ ആഴം അത് പലപ്പോഴും അത് നമ്മളെ വളരെ വലിയ തോതിൽ നമുക്ക് സന്തോഷം നൽകാറുണ്ട്. പക്ഷേ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാഴ്ചകൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ പ്രണയത്തിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ പണമിടപാടിലെ തർക്കമായിരിക്കാം. മലപ്പുറം അവിടെ പൂക്കോട്ടൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പള്ളിമുക്കിൽ അനുജനെ ജ്യേഷ്ഠൻ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഉറങ്ങിക്കിടന്ന അനുജന് ജ്യേഷ്ഠന്റെ കടാരത്തുമ്പിൽ ദാരുണാന്ത്യം. ഇരുപത്തി വയസ്സുള്ള അമീറാണ് മരിച്ചത്. അമീറിനെ കൊലപ്പെടുത്തിയത് സഹോദരൻ ജുനൈദ്. ജുനൈദ് കൊലപാതകത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു. ജുനൈദ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കുടുംബ വഴക്കിനെ തുടർന്നുള്ള കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അത് അന്വേഷിച്ചു വരുന്നു. എന്താണ് ആ കുടുംബ വഴക്കിന്റെ ആധാരം എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ഏതാണ്ട് പുലർച്ചെ 4:30 ശേഷം 5 മണിയോട് കൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ആ സമയത്ത് മരിച്ച അമീർ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങിക്കിടന്ന അമീറിനെ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കുത്തി ജുനൈദ് എന്ന ജ്യേഷ്ഠ സഹോദരൻ. ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്ന ആ വീടിന്റെ കിടപ്പുമുറിയിലായിരുന്നു ഈ സംഭവം എന്നുള്ളതാണ്. വിളിച്ചുണർത്തിയ ശേഷമായിരുന്നു ആ കുത്തി കൊലപാതകം എന്നുള്ളത് ഞെട്ടിക്കുന്നു. എന്താണെങ്കിലും സംഭവ സ്ഥലത്ത് തന്നെ അമീർ മരിക്കുകയും ചെയ്തു. നമ്മളൊരു 4:35-40 ആയപ്പോഴാണ് ഞാൻ അറിയണത്. വീട്ടിൽ നമ്മൾ അയൽവാസി ഒരു പയ്യൻ വന്നുകൊണ്ട് ബെല്ലടിക്കുമ്പോഴാണ് ഒരു വിളിച്ചുകൊണ്ട് ഇങ്ങനെ അമീറിന് ഇങ്ങനെ കുത്തേറ്റിക്കണ്, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞാണ്ട് വിളിക്കണം. വന്ന് നമ്മളിവിടെ എത്തുമ്പോഴത്തേനും അമ്മ പറഞ്ഞാണ് കൊണ്ടുപോകാനില്ല, ബാക്കിയില്ല, അമ്മ കരിയാണ് കണ്ട്. അപ്പോൾ നമ്മൾ മാനുവിനെ അതേപോലെ ഇവിടെ നമ്മളെ ബാക്കിയുള്ള അയൽവാസികളെ, എൻ്റെ വാപ്പ, പിന്നെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ വിവരറിയിച്ചോടുകൂടി നമ്മൾ സ്റ്റേഷനിൽ പോലീസിൽ അറിയിച്ചതിന് ശേഷം ആണ് നമ്മൾ എടുത്തു കൊണ്ടാൻ നോക്കിയപ്പോൾ ഇല്ല, ആൾ ജീവനില്ല. പിന്നെ പോലീസുകാർ വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത്. ഇവർ തമ്മിൽ പിന്നെ എന്തോ സാമ്പത്തിക ഇടപാടിൻ്റെ ഒരു വിഷയമാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. വേറെ കാര്യങ്ങളൊന്നും കൂടുതൽ നമുക്കറിയില്ല. സാമ്പത്തിക ഇടപാടാണ്, അത് തന്നെയാണ് അതിലെ പ്രധാന പ്രശ്നമെന്ന് കരുതുന്നു. കൊലപാതക സമയത്ത് വീട്ടിൽ അവിടെ ഉമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. ആ വീട്ടിൽ തന്നെ അവിടെ വെച്ചാണ് ഈ കൊലപാതകം. പ്രതിയായിട്ടുള്ള ജുനൈദിന്റെ കുടുംബം, ജുനൈദ് വിവാഹിതനാണ്, പക്ഷേ ജുനൈദിന്റെ കുടുംബം ആ ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ബോധപൂർവം മാറ്റിയതാണോ ജുനൈദ്, അറിയില്ല. കൊലപാതകത്തിന് ശേഷം ഈ കത്തിയുമായി ജുനൈദ് നേരെ പോലീസ് സ്റ്റേഷനിലെത്തുകയാണ്. ബൈക്ക് ഓടിച്ച് കത്തിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറി അനുജനെ കൊന്ന കാര്യം പറയുന്നു. പോലീസിൽ കീഴടങ്ങുന്നു. തലേന്ന് വൈകിട്ട് വരെ ഈ സഹോദരങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പിന്നെ എപ്പോഴാണ് ആ സംഘർഷത്തിന് തുടക്കമാവുന്നത്, അത് നാട്ടുകാർക്ക് അവ്യക്തമാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചതാണ് പിന്നെ മരണപ്പെട്ട് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രൊസീജിയറായിട്ട് പോയി അവിടെ പോയി അവരെ കണ്ട് കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ ഞങ്ങൾ കണ്ട കാഴ്ചകൾ അവർ രണ്ടാളും ഏട്ടനും ഒന്നിച്ച് ഉണ്ടായിരുന്നൊരു അവസ്ഥയിലുണ്ടായിരുന്നു. ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ ഒരു ബൈക്കുമ്പോൾ രണ്ടാളുണ്ടായിരുന്നു. പിന്നെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. ഇവിടെ അവർക്കും ചോദിച്ചിട്ട് മനസ്സിലാവണില്ല, ആർക്കും അറിയണില്ല. ഒരു തരത്തിലും നാട്ടുകാർക്ക് അതിലൊരു പിടി കിട്ടുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എന്താണെങ്കിലും അതീവ ദാരുണമായിട്ടുള്ള സംഭവത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ആ നാട്ടുകാർ.
കുടുംബത്തിലെ ബാധ്യതകളെ പറ്റി, ഇനി ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ചില തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. അമീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമീർ വിവാഹിതനാണ്, ജുനൈദ് വിവാഹിതനാണ്, അമീർ വിവാഹിതനല്ല. എന്നാൽ കറിക്കരിയുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു ആ ക്രൂര കൊലപാതകം. ജ്യേഷ്ഠന്റെ കൈയാൽ അനുജന് ദാരുണാന്ത്യം. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നോക്കിയിരിക്കുകയല്ല വേണ്ടത്, എങ്ങനെ പെരുമാറണം, എങ്ങനെ ആ വൈകൃതക്കാരനെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന ധൈര്യം കാട്ടിയ പെൺകുട്ടിക്ക് ബിഗ് സല്യൂട്ട്. അതിക്രമം നേരിട്ട പെൺകുട്ടി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഈ വിവരം കേരളത്തെ ആകെ അറിയിച്ചത്. അതിനു മുമ്പ് ആ സംഭവം നടന്ന ഇടത്ത് തന്നെ അവൾ കൃത്യമായി ആക്ട് ചെയ്തിരുന്നു, കൃത്യമായി ഇടപെട്ടിരുന്നു. അതാണ് അവൾക്ക് ഇത്രമാത്രം ബഹുമാനം നൽകാൻ അല്ലെങ്കിൽ ആദരവ് തോന്നാൻ, മറ്റുള്ളവർക്ക് തോന്നാനുള്ള കാരണം. കഴിഞ്ഞ ശനിയാഴ്ച ഏതാണ്ട് വൈകിട്ട് 3 മണിയോട് കൂടിയാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഈ സംഭവം. പൂനെ കന്യാകുമാരി എക്സ്പ്രസ് വരികയാണ്. അധികം തിരക്കില്ലാത്ത പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയാണ് പെൺകുട്ടി ട്രെയിനിലേക്ക് കയറാൻ നിൽക്കുന്നു. അപ്പോൾ സൈഡ് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ഒരു കൈ വരികയാണ്. ആ കൈ അപമര്യാദയായി ആ പെൺകുട്ടിയെ സ്പർശിക്കുന്നു. ബഹളം വെക്കുന്ന യുവതി മാത്രമല്ല, ഇയാളുടെ മുഖത്തടിക്കുകയും ചെയ്തു. കയ്യിൽ പിടുത്തം കിട്ടി, പിടുത്തം വിടാതെ പെൺകുട്ടി പിടിച്ചു നിന്നു, വീഡിയോ എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ട്രെയിനിൽ കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല. വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ അത്രയും ആൾക്കാരില്ല. ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട്. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ. നീ പോവില്ല മോനെ എന്നും പറഞ്ഞ് അവൾ പിടിച്ചു നിർത്തിയ ആ ഒരു ധൈര്യമുണ്ടല്ലോ, അതാണ് കേരളത്തിലെ പെൺകുട്ടികൾ മാതൃകയാക്കേണ്ടത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ആ ധൈര്യം അവിടെ ഉണ്ടാകണം. എന്താണെങ്കിലും ഇയാളുടെ പേര് സജീവ് എന്നാണ്. തിരുവനന്തപുരം കീഴാരൂർ സ്വദേശിയാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ ഈ പ്രതിയെ ഓടി രക്ഷപ്പെട്ടെങ്കിലും ഓടിച്ചിട്ട് പിടിച്ചു എന്നാണ് പെൺകുട്ടി പറയുന്നത്. പക്ഷേ അതിനിടയിലുമുണ്ട് ചില സങ്കടം തോന്നുന്ന കാര്യങ്ങൾ. പെൺകുട്ടി ഇത്തരത്തിൽ ബഹളം വെക്കുമ്പോൾ പോലീസുകാരുടെയും നാട്ടുകാരുടെയും സഹായം തേടുമ്പോൾ ഒരു ചേച്ചി പറഞ്ഞത്രേ, മോളെ സാരമില്ല, മാലയൊന്നും പൊട്ടിച്ചില്ലല്ലോ, പോട്ടെ എന്ന്. ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീക്ക് നേരിടുന്ന അനുഭവത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ സങ്കടം തോന്നാതിരിക്കുമെന്ന് അവൾ തന്നെ പറയുന്നു. അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു, സാരില്ല മോളെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, സാരില്ല, എന്തായാലും മാല അങ്ങനത്തെ ഒന്നല്ലല്ലോ പൊട്ടിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു, അവളെന്റെ മാല പൊട്ടിച്ചതല്ല, അവളെന്റെ ബ്രസ്റ്റിൽ കയറി പിടിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഇത്തരം സംഭവങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിൽ അത് വലിയ ദോഷമുണ്ടാക്കും. നമ്മളെ പറ്റി മാത്രം ഓർക്കരുത്. എല്ലാവരും പറയും ഭാവി പോകും, കോടതി കയറേണ്ടി വരും, കേസാണ്, പൊല്ലാപ്പാണ്, നൂലാമാലയാണെന്നൊക്കെ. പക്ഷേ നമ്മളെ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എന്താണ് ഗുണമെന്നാണ് അവൾ ചോദിക്കുന്നത്. ശബ്ദമുയർത്തിയതിൽ അവൾക്കുമുണ്ട് അഭിമാനം. ഞാൻ ഇട്ട ഡ്രസ് എന്താ പറയുക, ഞാൻ ഈ ജേഴ്സി ഇട്ടത്. ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ്, അതും സമയം 3:30, വൈകുന്നേരം 3:30, ആ ഒരു നട്ടുച്ച വൈകുന്നേരം സമയമാണ്. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിമാൻഡിൽ ആയതുകൊണ്ട് കോടതിയിലേക്കൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല,
ഞാൻ കോടതിയിലേക്ക് വരാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആളുടെ ആദ്യത്തെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആളുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തു. ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് അയാൾ എന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു. എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല. എന്റെ സൗണ്ട് റേസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയാണ്. എനിക്കറിയില്ല എത്ര ഗേൾസിന് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നമ്മളെ സൗണ്ട് റേസ് ചെയ്യാത്ത കാരണം കൊണ്ടോ നമ്മളൊരു കേസ് ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത്. ഇടറിയ കണ്ടത്തോടുകൂടിയാണ് അവൾ ആ വീഡിയോയിൽ അവസാനം സംസാരിക്കുന്നത്. പക്ഷേ അപ്പോഴും ധൈര്യം അത് അവൾ നിലനിർത്തി എന്നുള്ളതാണ്. അതിലാണ് മകളെ നിങ്ങളുള്ള ഏറ്റവും വലിയ ബഹുമാനവും ആദരവും. എന്നാൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 74, സെക്ഷൻ 75(1)(i) എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പിടിക്കപ്പെട്ടപ്പോൾ ഇയാളും നാടകമിറക്കി. കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, അവരറിഞ്ഞാൽ വല്ലാതെ സങ്കടപ്പെടും, അവർക്കിത് താങ്ങാൻ കഴിയില്ല എന്ന്. ആലോചിച്ചില്ലേ പ്രിയ സുഹൃത്തെ ഇതിനു മുമ്പ് ഇത്തരമൊരു സാഹചര്യമൊന്നും? വീട്ടിൽ കുടുംബമുണ്ട്, ഭാര്യയുണ്ട് എന്നൊക്കെ. എന്തായാലും പെൺകുട്ടി, നിനക്ക് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട്. ധൈര്യശാലികളായിട്ടുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നതിൽ അഭിമാനമാണ് തോന്നുന്നത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ പോകുന്നത് കാസർകോട്ടേക്കാണ്. അവിടെയും ഒരു മിടുക്കിയെ കാണിച്ചു തരാം. ഈ പെൺകുട്ടി മോശം പെരുമാറ്റം നേരിട്ടത് കർണാടക RTC ബസ്സിലെ കണ്ടക്ടറിൽ നിന്നാണ്. ആ കണ്ടക്ടർ മോശമായി പെരുമാറി. അവൾ ചോദ്യം ചെയ്തു, ഇറക്കി വിട്ടു നടുറോട്ടിൽ, കണ്ടക്ടറും ഡ്രൈവറും ചേർന്ന്. പക്ഷേ കീഴടങ്ങിയില്ല, തോറ്റു പിന്മാറിയില്ല. പോലീസിൽ പോയി പരാതി നൽകി അവൾ. കാസർഗോഡ് ബന്ദിയോട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത്. മംഗലാപുരത്തെ BCA ഫൈനൽ വിദ്യാർത്ഥിനിയാണ് അവൾ. എല്ലാ ദിവസവും മംഗലാപുരത്തേക്ക് പോയി വരികയാണ് ചെയ്യുന്നത്. ഇവൾ മാത്രമല്ല, ഈ കർണാടക RTC ബസ്സിനെ ആശ്രയിച്ച് എല്ലാ ദിവസവും പാസ് വഴി പോയി വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് കാസർഗോഡ്. ഇയാൾ പതിവായി ഈ ബസ്സിലെ കണ്ടക്ടറായി വരാറുണ്ട്. മോശം പെരുമാറ്റവും പതിവാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. സ്വാഭാവികമായും ആ പെൺകുട്ടിയുടെ നിലതെറ്റി. കണ്ടക്ടറുടെ പെരുമാറ്റത്തെ അവൾ ചോദ്യം ചെയ്തു. താങ്കൾ എന്ത് മോശം പെരുമാറ്റമാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു. പക്ഷെ അവിടെ എന്താണ് ഉണ്ടായത്? ഡ്രൈവറെ കൂട്ടുപിടിച്ചു ഈ കണ്ടക്ടർ. ഡ്രൈവറെ കൂട്ടുപിടിച്ച് ഈ വിദ്യാർത്ഥിനിയോട് തിരികെ അസഭ്യം പറഞ്ഞു. അസഭ്യം പറയുക മാത്രമല്ല, നടുറോട്ടിൽ ഇറക്കി വിട്ടു ആ പെൺകുട്ടിയെ. ഞാൻ മംഗളൂർത്ത് കോളേജിൽ BCA ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. സോ ഡെയിലി ഞങ്ങൾ കർണാടക സ്റ്റേറ്റിൽ പോകുന്നത് ചില പാസ് ഉണ്ടാകുന്നു. സോ ഡെയിലി പോകുമ്പോൾ ഒരുത്തുണ്ട് കണ്ടക്ടർ KSRTC മാംഗ്ലൂർ KSRTCൻ്റെ ഒരുത്ത കണ്ടക്ടർ ഉണ്ട്. ഓൻ ഡെയിലി മിസ്ബിഹേവ് ആക്കുന്നു. ലൈക്ക് ഓൻ ഉണ്ടായപ്പോഴും മിസ്ബിഹേവ് ആയിക്കൊണ്ടുണ്ടായി. സോ ഒരു ആർഗ്യൂ ആയിട്ടുണ്ടായി എനിക്ക് ഓന്. സോ ഇന്ന് അങ്ങനെ മിസ്യൂസ് ആക്കുമ്പോൾ ഞാൻ ഓൻ ഡെയിലി ആർഗ്യൂ ആക്കിയതിന് ഓ ലൈക്ക് ഈ ബസ് സ്റ്റോപ്പ് ആക്കിയിട്ട് നടു റോഡിൽ ബസ് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇಡೀ ബസ്സിൽ ഇൻസൾട്ട് ആക്കിന്. ലൈക്ക് എന്തെಲ್ಲ ചീത്ത വിളിച്ചിന്, അങ്ങനെ ഇങ്ങനെന്തെಲ್ಲ ലൈക്ക് ഞാൻ പാസഞ്ചർക്കെല്ലാം ഉപദ്രവിക്കുന്ന തെറ്റുണ്ടായതുകൊണ്ടത്. പക്ഷെ ഓ എന്നെ അങ്ങനെയെല്ലാം മിസ്ബിഹേവ് എല്ലാം ആക്കിയിട്ട് ഓ എൻ്റെ മീത്ത് തന്നെ റിട്ടേൺ ഇതാക്കിയിട്ട് ലാസ്റ്റിക്ക് നടു റോഡിൽ നിപ്പിച്ചിന്. ഈവൻ ഡ്രൈവർ പോലും ഓനെന്നെ സപ്പോർട്ട് ആയിക്കൊണ്ടുണ്ടായി. രണ്ടാൾ കൂടിയിട്ട് എന്നെ ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് അയക്കിന്. ഇത് ഫസ്റ്റ് ടൈമല്ല, കുറേ പ്രാവശ്യമായി ഇങ്ങനെ ആക്കുന്നത്. ദുരനുഭവം പങ്കുവെച്ച് മഞ്ചേശ്വരം പോലീസിൽ ആ പെൺകുട്ടി പരാതി നൽകി. കർണാടകയിലേക്ക് ദിനംപ്രതി പോയി വരുന്ന ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ടും ദിവസവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതുകൊണ്ടും ഇതിനെ നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ്. നിരവധി പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ഡെയിലി പോയി വന്ന KSRTC, അതായത് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിൽ പോയി വരുന്നത്. അപ്പോൾ ഇത് നിത്യസംഭവമാകുമ്പോൾ അതിനെ വെറുതെ കാണരുത്. മാത്രമല്ല, അവൾക്ക് പരീക്ഷയായിരുന്നു. BCA ഫൈനൽ ഇയർ ആണ്. ആ ഫൈനൽ ഇയർ പരീക്ഷയുടെ ടെൻഷനിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മോശം പെരുമാറ്റം, സമയത്തെത്താൻ കഴിയാത്ത വിധത്തിൽ നടുറോട്ടിൽ ഇറക്കി വിടുകയും ചെയ്യുന്നു. പിടിക്കണ്ടേ ആ കണ്ടക്ടറെ? ഇത് എനിക്ക് നല്ല കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഇങ്ങനെ ഇത് ലൈക്ക് ഈ കണ്ടക്ടേഴ്സിൻ്റെ ഒരു ഉപദ്രവിക്കുന്നത്. ഇതിനെല്ലാം എന്തായാലും ഒരു പരിഹാരം കിട്ടിയിട്ടാവുന്നു.
ഞങ്ങൾക്ക് നല്ല എന്നെ ഒരു പെണ്ണിക്ക് ഇങ്ങനെ ആക്കാൻ കാലം ഞാനൊരു സ്റ്റുഡൻസ് ഞങ്ങൾക്ക് ഇന്ന് എക്സാം ഉണ്ടായി ഞാൻ എക്സാമിന്റെ ടെൻഷനിലെല്ലാം പോയിക്കൊണ്ടായി അതിന് ഇങ്ങനെ ഞങ്ങൾക്കൊരു എന്ത് സേഫ്റ്റി സെൽറ്റ് ഉണ്ട് ഇങ്ങനെ നടു റോഡിലെല്ലാം നിപ്പിച്ചെങ്കിൽ ഓടെ ഞാൻ കയറിയിട്ട് കുറെ നേരമായിട്ട് ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് എന്നൊരു സ്റ്റോപ്പിൽ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് നടു റോഡ് എന്നെ കിപ്പിച്ചിന്. രക്ഷിതാക്കൾക്കും ആശങ്കയുണ്ട്. കാരണം അവരുടെ പെൺമക്കൾ മംഗലാപുരത്തേക്ക് പോയി വരുന്നതിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ ആർക്കാണ് അത്തരം വിഷമവും ആശങ്കയും ഒക്കെ ഉണ്ടാകാതിരിക്കുക? അതുകൊണ്ട് തന്നെ ഇത്തരം മോശം പെരുമാറ്റം നടത്തുന്ന ബസ് സർവീസുകാരെ പിടികൂടണം എന്നുള്ള ആവശ്യവും പൊതുവായി ഉയരുകയാണ് കാസർഗോഡ്. സെലീന ജെയ്റ്റ്ലിയെ അറിയില്ലേ? എങ്ങനെ അറിയാതിരിക്കും? മുൻ മിസ് ഇന്ത്യ, ബോളിവുഡ് താരം. കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സെലീന ജെയ്റ്റ്ലി. ഭർത്താവിനെതിരെ ഗാർഹിക പീഡനമാണ് വിഷയം. ഭർത്താവിന്റെ പേര് പീറ്റർ ഹാഗ് ആണ്. പീറ്റർ ഹാഗിനെതിരെയാണ് ഗാർഹിക പീഡനത്തിന് ഇപ്പോൾ പരാതിയുമായി സെലീന ജെയ്റ്റ്ലി രംഗത്തെത്തിയിരിക്കുന്നത്. 50 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ് ആവശ്യം. 2010 ഇവർ വിവാഹിതരാവുന്നത്. 2010 ഇവർ വിവാഹിതരായി 3 കുട്ടികളുണ്ട്. വിൻസ്റ്റൺ, വിരാജ്, ആർദർ എന്നിങ്ങനെ. ഓസ്ട്രിയയിൽ നിന്നുള്ള സംരംഭകനും ഹോട്ടൽ ഉടമയുമാണ് ഈ പറയുന്ന പീറ്റർ ഹാഗ്. സെലീന ജെയ്റ്റ്ലിയെ അത്രമാത്രം പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് തോന്നുന്നു. മിസ് ഇന്ത്യക്ക് അപ്പുറം ഒരുപാട് ചിത്രങ്ങൾ, നോ എൻട്രി, അപ്ന സ്വപ്ന, മണി, മണി ഹേ തോ ഹണി ഹേ, ഗോൾമാൽ റിട്ടേൺസ്, താങ്ക് യു തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ ബോളിവുഡ് ആരാധകരുടെ ഹൃദയത്തിൽ ചേക്കേറിയ താരമാണ് സെലീന. ഇതിൽ പറയുന്നത് പീറ്റർ ഹാഗ് എന്ന തന്റെ ഭർത്താവ് ഒരു നാർസിസിസ്റ്റ് ആണെന്നാണ്. സ്വന്തം കാര്യം മാത്രം നോക്കുന്നു. ഒരു തരത്തിലും തന്നോട് സഹാനുഭൂതിയില്ല, മക്കളോട് സഹാനുഭൂതിയില്ല. കടുത്ത ശാരീരിക പീഡനം ഏറ്റുവാങ്ങുന്നു, ലൈംഗിക പീഡനത്തിന് താൻ ഇരയാകുന്നു. ഓസ്ട്രേലിയയിലെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്നും സെലീന ജെയ്റ്റ്ലി പറയുന്നുണ്ട്. പ്രമുഖ അഭിഭാഷക ഫേമായിട്ടുള്ള കരൺജാവാല ആൻഡ് കോ ആണ് സെലീനയുടെ കേസ് കൈകാര്യം ചെയ്യുന്നത്. എന്തൊക്കെയാണ് സെലീന കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? 10 ലക്ഷം രൂപ പ്രതിമാസം നൽകണമെന്നുള്ളതാണ് പ്രധാന ആവശ്യം. മുംബൈയിലെ വീട്ടിൽ പീറ്റർ ഹാഗ് പ്രവേശിക്കരുത്, അത് വിലക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഓസ്ട്രേലിയയിലാണ് തന്റെ 3 കുട്ടികളും. ആ 3 കുട്ടികളെയും നാട്ടിലെത്തിക്കണമെന്നുള്ളതാണ്. പല കാരണങ്ങൾ തന്നെ ജോലിക്ക് പോകാൻ അനുവദിക്കുന്നില്ല ഹാഗ്. അതിൽ വിലക്കാണ്. തന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യവും അങ്ങനെ നഷ്ടമായി. അത് ഗുരുതരമായിട്ടുള്ള പീഡനമാണെന്നാണ് സെലീനയുടെ വാദം. ചെറിയ പ്രൊജക്റ്റുകൾ ചെയ്യാൻ മാത്രമാണ് ഭർത്താവായിട്ടുള്ള പീറ്റർ ഹാഗ് അനുമതി നൽകുന്നതെന്ന് സെലീന പറയുന്നു. ഇതിനിടയിൽ ഓസ്ട്രേലിയയിലെ കോടതിയിൽ ഈ വർഷം ഓഗസ്റ്റിൽ ഈ പറയുന്ന ഭർത്താവ് പീറ്റർ ഹാഗും ഒരു വിവാഹമോചന അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് സെലീന ഈ ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2012 മാർച്ചിൽ സെലീന ജെയ്റ്റ്ലിയും പീറ്റർ ഹാഗും ഇരുവർക്കും ഇരട്ട കുട്ടികളാണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നീട് 5 വർഷത്തിന് ശേഷം വീണ്ടും അവർ പ്രസവിച്ചു. ഇത്തവണയും ഇരട്ട കുട്ടികൾ. പക്ഷേ അതിൽ ഒരു കുഞ്ഞ് ഹൈപ്പോപ്ലാസ്റ്റിക് ഹൃദയത്തെ തുടർന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് നിലവിൽ 3 കുട്ടികളുള്ളത്. മുൻ മിസ് ഇന്ത്യ, മുൻ മിസ് യൂണിവേഴ്സ് റണ്ണറപ്പ്, ഇങ്ങനെ വലിയ തോതിൽ പ്രഗത്ഭയായ സെലീന ഇക്കഴിഞ്ഞ വിവാഹ വാർഷികത്തിൽ പോലും വളരെ റൊമാൻറ്റിക്കായി ഭർത്താവിന് വിവാഹാശംസകൾ നേർന്നിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇനി നോക്കാം, ആരാണ് പീറ്റർ ഹാഗ്? ആരാണ് അയാൾ? ഒരു ഓസ്ട്രിയൻ ഹോട്ടൽ ഉടമയും സംരംഭകനും ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റുമാണ് പീറ്റർ ഹാഗ്. ദുബായിലെയും സിംഗപ്പൂരിലെയും പ്രമുഖ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പുകളിലൊക്കെ നിർണായകമായിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട് അദ്ദേഹം. സെലീനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ദുബായിലെ വളരെ പ്രശസ്തമായിട്ടുള്ള MR ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗവുമായിരുന്നു. എങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടിയത്? അത് ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെന്റിന് വേണ്ടി സെലീന ദുബായിലെത്തുന്നു.
ആ ഒരു പരിപാടി നടക്കുകയാണ്. അതിനിടയിലാണ് ഇയാൾ സെലീനയുമായി സംസാരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ഫീലിങ്സ്, എന്തോ ഒരു കണക്ഷൻ ഉണ്ടായി എന്ന് പിന്നീട് ഒരു അഭിമുഖത്തിൽ സെലീന ജെയ്റ്റ്ലി പറയുന്നുണ്ടായിരുന്നു. പെരുമാറ്റ രീതിയും അനുകമ്പയുള്ള കണ്ണുകളും അതാണ് തന്റെ മനസ്സിൽ നിന്ന് മായാതെ നിന്നതെന്ന് സെലീന പറയുന്നു. എന്താണെങ്കിലും പറന്നെത്തി ഇയാൾ 2010 ഇന്ത്യയിലേക്ക് സെലീനയുടെ മാതാപിതാക്കളെ കണ്ടു. സെലീനയോട് പറയാതെ തന്നെ നേരിട്ട് സെലീനയുടെ അടുത്തെത്തി പ്രപ്പോസൽ നടത്തി. അങ്ങനെ വളരെ പ്രണയാർദ്രമായിട്ടുള്ള ഒരു വിവാഹത്തിനൊടുവിലാണ് ഇപ്പോൾ വിവാഹ മോചനത്തിലേക്കും ഗാർഹിക പീഡനത്തിലുള്ള ഹർജിയിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകുന്നത്. എന്താണല്ലേ ലോകത്ത് ഓരോ കുടുംബങ്ങളിലും നടക്കുന്നത്. മലപ്പുറം എടക്കരയിൽ നടന്ന ഒരു ഹണി ട്രാപ്പ്. 20th അവറിന്റെ ആദ്യ സ്റ്റോറി അതായിരുന്നു, ആദ്യ എപ്പിസോഡ്. ആ ഹണി ട്രാപ്പിൽ എടപ്പലം സിന്ധു എന്ന ആ സ്ത്രീയെ സ്വന്തം വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. അന്വേഷണ സംഘം ദ്രുതഗതിയിൽ കാര്യങ്ങൾ നീക്കുകയാണ് എടക്കരയിൽ. സിന്ധുവിന്റെ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. സിന്ധുവിന്റെ വീട്ടിലേക്ക് അവർ എത്തുമ്പോൾ ആ വീട്ടിന് ചുറ്റും ജനരോഷം, ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. അത് തന്നെയായിരുന്നു പോലീസ് ഭയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് സന്ധ്യാസമയത്താണ് സിന്ധുവിനെ ആ വീട്ടിലേക്ക്, എടക്കരയിലെ എടപ്പലത്തെ ആ വീട്ടിലേക്ക് എത്തിക്കുന്നത്. എന്നാണെങ്കിലും ഇവിടെ വെച്ചാണ് രതീഷ് എന്ന ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുകയും നഗ്നനാക്കുകയും വീഡിയോ പകർത്തുകയും ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു നൽകി സിന്ധു പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ. സിന്ധു ഭർത്താവായിട്ടുള്ള ശ്രീരാജ്, സിന്ധുവിന്റെ ബന്ധുവായിട്ടുള്ള പ്രവീൺ, നാട്ടുകാരൻ ശ്രീരാജ്, ഇങ്ങനെ ഒപ്പം മറ്റൊരു സുഹൃത്ത് മഹേഷ്, ഇവരാണ് അറസ്റ്റിലുള്ളത്. ഇനി സാബു എന്നൊരു വ്യക്തിയെ കൂടി കണ്ടെത്താനുണ്ട്. ഉടൻ പിടികൂടുമെന്ന് പോലീസ് പറയുന്നു. എടക്കര CI കമറുദ്ദീൻ വള്ളിക്കാടൻ, SI സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ തെളിവെടുപ്പ് നടത്തിയത്. 2024 നവംബർ 1 രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ നഗ്നദൃശ്യം പകർത്തുകയും ചെയ്തത്. അതിൽ കടം നൽകിയ പണം തിരികെ ചോദിച്ചതിലുള്ള പ്രതികാരമായിരുന്നു. പിന്നീട് അത് സഹപാഠിയാണ് സിന്ധു സ്വന്തം സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് രതീഷിന്റെ ഈ നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു. എങ്ങനെ തകർന്നു പോകാതിരിക്കും അയാൾ? അതാണ് അയാളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇനിയും കണ്ടെത്താനുള്ള പ്രതികളെ ഉടൻ പിടികൂടാൻ പോലീസിൽ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. സിന്ധുവിനും കൂട്ടാളികൾക്കും, ഭർത്താവ് ഉൾപ്പെടെയുള്ള കൂട്ടാളികൾക്കും കൃത്യമായ ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും കരുതുകയും ചെയ്യാം. 20th അവറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിഗൂഢതകളുടെ 20ാം മണിക്കൂർ നാളെ വീണ്ടും.